പപ്പാഞ്ഞിക്കളി നടക്കുന്ന ഒരാൾ ഒരുപാട് പേർക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്ത അവസാനം തളർന്ന് തരിപ്പണമായിട്ട് അയാൾ ബെഞ്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു കുഞ്ഞ് ഓടിച്ച് എന്നിട്ട് അവൾക്ക് കിട്ടിയ ഗിഫ്റ്റ് അയാൾ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാവർക്കും ഗിഫ്റ്റ് കൊടുത്തില്ലേ, നിങ്ങൾക്കാരും ഗിഫ്റ്റ് തന്നില്ലല്ലോ, ഇത് എൻ്റെ ഗിഫ്റ്റ്. ഒരു ചെറിയ കഷ്ണം ബ്രെഡാണ്. പക്ഷെ അയാൾ ആ ബ്രെഡ് കയ്യിലെടുത്ത് പൊട്ടിക്കരഞ്ഞു. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ പപ്പാഞ്ഞികളി കളിച്ച് നടക്കുന്നതിനിടയിൽ അയാൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, ആരും അയാളോട് ചോദിച്ചിട്ടുമില്ല ഭക്ഷണം വേണോ എന്ന്. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യരുടെ അവസ്ഥകൾ. മനുഷ്യരുടെ ഉള്ളിലുള്ള നൊമ്പരം കാണാൻ കുഞ്ഞുങ്ങൾക്കേ പറ്റൂ. അവരുടെ കരച്ചിലുകൾ മനസ്സിലാക്കിയെടുക്കാൻ കുഞ്ഞുങ്ങൾക്കേ പറ്റൂ. അവരുടെ അലച്ചിലുകൾ മനസ്സിലാക്കിയെടുക്കാൻ കുഞ്ഞുങ്ങൾക്കേ പറ്റൂ. ആ കുഞ്ഞ് നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു. ആ കുഞ്ഞിന് എന്തു പറ്റി? കുഞ്ഞിൽ നിന്നും സ്നേഹത്തിൻ്റെ പാഠങ്ങൾ പഠിച്ചെടുക്കുക. മൂന്നാമതായിട്ട് നേരിൻ്റെ പാഠങ്ങൾ. നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യുമ്പോഴാണ് അവർ നുണ പറയാൻ പഠിക്കുന്നത്. ശരിയല്ലേ? കുഞ്ഞുങ്ങൾ ബേസിക്കലി നുണ പറയുന്നവരല്ല, നുണ പഠിപ്പിക്കുന്ന മാതാപിതാക്കളാണ്. അങ്ങനെ അല്ലേ എന്ന് നിങ്ങൾ തന്നെ ചോദിച്ചു നോക്കുക. നമ്മൾ കുഞ്ഞുങ്ങളെ ഓരോ ദിവസവും കള്ളത്തരങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ കുഞ്ഞിനോട് പറഞ്ഞതാ, എൻ്റെ അടുത്തുനിന്ന് കടം വാങ്ങിയ പൈസ തിരികെ മേടിക്കാൻ വേണ്ടി ഒരാൾ വരുന്നുണ്ട്, എൻ്റെ കയ്യിൽ ഇപ്പോൾ കാശില്ല, അതുകൊണ്ട് ഞാൻ കട്ടിലിൻ്റെ അടിയിൽ മറിഞ്ഞിരിക്കാൻ പോവാണ്. അയാൾ വരുമ്പോൾ നീ പറയണം ഡാഡി ഇവിടെ ഇല്ല. അയാൾ വന്ന് വാതിൽക്ക് മുട്ടി കുഞ്ഞ് കാണാപ്പടം പഠിച്ചത് പറയുകയാണ്, കട്ടിലിൻ്റെ അടിയിലിരിക്കുന്ന ഡാഡി ഇപ്പോൾ ഇവിടെ ഇല്ല. ഇതാണ് കുഞ്ഞുങ്ങളുടെ സത്യസന്ധത എന്ന് പറയുന്നത്. അവർക്ക് കള്ളത്തരം എന്ന് പറയുന്നത് അറിയും. നമ്മളാണ് അവർ സിസ്റ്റമാറ്റിക്കായിട്ട് കള്ളത്തരങ്ങൾ ഓരോന്നായിട്ട് പഠിപ്പിക്കുക. കുഞ്ഞ് ഉറങ്ങാൻ തുടങ്ങുമ്പോൾ നന്നായിട്ട് ഉറക്കാൻ വേണ്ടി അമ്മ പാട്ട് പാടുകയാണ്. ഒന്നിന് പറയുക ഒന്നായിട്ട് ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിന് ഉറക്കം വരുന്നില്ല. അവസാനം കുഞ്ഞ് വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞു, എൻ്റെ അമ്മ ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ, ഒച്ച വെക്കാതിരിക്കുക. ഇതാണ് കുഞ്ഞുങ്ങളിങ്ങനെ പറഞ്ഞു തരുമ്പോൾ അവരുടെ സത്യസന്ധതയുടെ വെട്ടത്തിൻ്റെ ലോകത്തിലേക്ക് നമ്മളൊക്കെ സഞ്ചരിക്കണം. കുഞ്ഞുങ്ങളെ പോലെ ആകാൻ പഠിച്ചെടുക്കണം. നമ്മുടെയൊക്കെ ഫോർമേഷനിൽ ഓരോ ദിവസം നമ്മൾ കുഞ്ഞുങ്ങളെ കക്കാനും പൊക്കാനും മുക്കാനും നക്കാനൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രം. ഒരാൾ ഓഫീസിൽ നിന്ന് ക്രുദ്ധനായി ദേഷ്യത്തോട്ട് വന്നിരിക്കുകയാണ്. മകനോട് പറഞ്ഞു, എടാ നീ എന്തൊക്കെ കട്ടെന്ന് കേട്ടല്ല, ക്ലാസ്സിൽ നിന്ന് എന്താണ് നീ കട്ടെടുത്തത്? ആഗോളായിട്ട് കുറച്ച് പെൻസിൽ കട്ടെടുത്ത്. അപ്പോൾ ഇയാൾ പറയുകയാണ്, എടാ ആവശ്യത്തിലധികം പേന ഞാൻ ഓഫീസിൽ നിന്ന് പൊക്കിയെടുത്ത് കൊണ്ടുവരുന്നില്ല, പിന്നെ എന്തിനാടാ വൃത്തികെട്ടവനെ പെൻസിൽ കട്ടെടുക്കുന്നത്? നമ്മുടെ ഫോർമേഷൻ പോലും ഇങ്ങനെയാണ്. കുഞ്ഞുങ്ങളെയൊക്കെ നല്ല കള്ളന്മാരാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന കള്ളത്തരത്തിൻ്റെ ഫോർമേറ്റേഴ്സാണ് നമ്മളൊക്കെ. അപ്പോൾ അവരിൽ നിന്ന് പഠിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചു നോക്കുക. അടുത്ത പാഠം നാച്ചുറാലിറ്റിയുടെ പാഠം, നൈസർഗികതയുടെ പാഠം. കുഞ്ഞുങ്ങൾ എന്ത് നാച്ചുറലാണ്, നമ്മൾ എന്തൊരു ആർട്ടിഫിഷ്യലാണ്. ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ എന്നെ തല്ലാൻ വരും. നമ്മളൊക്കെ ഭയങ്കര ആർട്ടിഫിഷ്യലാണ്. നോക്കിൽ ആർട്ടിഫിഷ്യാലിറ്റി, വാക്കിൽ ആർട്ടിഫിഷ്യാലിറ്റി, മൊത്തം പ്ലാസ്റ്റിക്കാണ്. ചിരി പോലും പ്ലാസ്റ്റിക് ചിരിയാണ്. മൊത്തം പ്ലാസ്റ്റിക് മനുഷ്യരെ നമ്മൾ രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങളെങ്ങനെയാണോ? അവർക്ക് ആടയാഭരണങ്ങളൊന്നുമില്ല. അവർ നഗ്നതയിൽ അങ്ങനെ അവരായിട്ട് ജീവിക്കുകയാണ്. മമ്മിയും ഡാഡിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗസ്റ്റുമായിട്ട്. അപ്പോൾ അകത്തുനിന്ന് ആൺകുഞ്ഞ് തുണിയൊന്നുമില്ലാതെ അവരുടെ ഇടയിലേക്ക് വന്നു. മമ്മിക്ക് അങ്ങോട്ട് ദേഷ്യം വന്ന് ഇൻസൾട്ടായി. അയ്യേ ബേബി, വാട്ട് ഈസ് ഇറ്റ്? എന്താണ് കുഞ്ഞെ, പോയി എന്തെങ്കിലും ഇട്ടിട്ടോ? കുഞ്ഞകത്ത് പോയിട്ട് ചെരുപ്പിട്ടിട്ട് വന്നു. അതാണ് കുഞ്ഞിൻ്റെ നൈസർഗികത എന്ന് പറയുന്നത്. ഈ നൈസർഗികത ആഭരണമാക്കി മേൽവസ്ത്രമാക്കി നടന്നിരുന്ന കുഞ്ഞുങ്ങളുടെ വഴിയിലേക്ക് ഒന്ന് സഞ്ചരിക്കാനായിട്ട് പ്രിയപ്പെട്ടവരെ ശ്രമിച്ചു നോക്കുക. നമ്മൾ എന്തിനു ഇത്രയും നുണ പറയുന്നത്? ആരുടെയൊക്കെ പ്രീതി നേടാൻ വേണ്ടി, ആരുടെയൊക്കെയോ അംഗീകാരം നേടാൻ വേണ്ടി, ജീവിതത്തിൽ ഉയരാൻ വേണ്ടി ഒന്നിനു പുറം ഒന്നായിട്ട് നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമാണെന്ന് പറയും, സ്നേഹമില്ലെങ്കിലും സ്നേഹമാണെന്ന് പറയും, അടുപ്പമില്ലെങ്കിലും അടുപ്പമാണെന്ന് പറയും, അല്ലെങ്കിൽ അഭിനയിച്ചുകൊണ്ടിരിക്കും. മൊത്തം നമ്മളിങ്ങനെ ആക്ടേഴ്സാണ്. ഇങ്ങനെ ആക്ടിങ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കുഞ്ഞുങ്ങൾ സത്യം പറഞ്ഞു തരും. ഒരു കുഞ്ഞ് ഓസ്കർ അവാർഡ് കണ്ടുകൊണ്ടിരിക്കുകയാണ് TV-യിൽ, അപ്പൻ്റെയും അമ്മയുടെയും കൂടെ. അപ്പോൾ കുഞ്ഞ് പറയുകയാണേ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെസ്റ്റ് ആക്ടിങ്ങിനുള്ള അവാർഡ് നമ്മുടെ പപ്പക്കാണ് കൊടുക്കേണ്ടത്. എന്ത് ബെസ്റ്റായിട്ടാണ് മമ്മിയെ പപ്പ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും. ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടേണ്ട ആൾ തൊട്ടടുത്തിലേക്കാണ്. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെ ഇങ്ങനെയൊക്കെ സത്യം പറഞ്ഞു തരികയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അവസാനമായിട്ട് പ്രത്യാശയുടെ പാഠം കുഞ്ഞുങ്ങളെപ്പോലെ വേറെ ആരാണ് നിങ്ങൾക്ക് പറഞ്ഞു തരിക?
കടക്കിണി കൊണ്ട് നട്ടം തിരിഞ്ഞ ഒരാൾ ഇരുളിൻ്റെ മറപറ്റി ഇരുള് പോലെ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആരും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്ന് ഉറപ്പാക്കിയിട്ടാണ് അയാൾ നടന്നു പോകുന്നത്. പുറത്തു പോയി ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമമാണ്. അങ്ങനെ അയാൾ പുറത്തേക്ക് കാലെടുത്ത് വെക്കാൻ ശ്രമിക്കുമ്പോൾ ആരും പിന്നിൽ നിന്ന് വലിക്കുന്നു. ഒരു പിൻവലി, ഒരു പിൻവിളി. നോക്കുമ്പോൾ എന്താണ്, മുട്ടിലിഴയുന്ന കുഞ്ഞ് ഉറക്കത്തിൽ പാതി ഉറക്കം വിട്ട് ഇയാളുടെ കാൽക്കൽ വന്ന് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇരുട്ടത്ത് പോലും കുഞ്ഞിൻ്റെ മുഖത്തൊരു വെട്ടമുണ്ട്. അയാൾ ആ കുഞ്ഞിനെ എടുത്ത് ഉയർത്തിയിട്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, ഇത്രക്ക് വെട്ടം അകത്തുള്ളപ്പോൾ പുറത്ത് ഏത് ഇരുട്ടിലേക്കാണ് ഞാൻ എന്നെ തന്നെ എടുത്തെറിഞ്ഞ് കളയുക? അയാളിന് ജീവിതത്തിലേക്ക് വരും. കുഞ്ഞുങ്ങൾ പ്രത്യാശയുടെ സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, നിങ്ങൾ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ പാഠശാലയിലേക്ക് പോവുക. കുഞ്ഞുങ്ങൾ പഠിപ്പിക്കുന്ന പാഠമൊക്കെ ഉൾക്കൊള്ളുക. നിങ്ങൾ ഓക്കെ ആവും. ഒരു മനുഷ്യൻ കടലോരത്ത് വന്നിരിക്കുകയാണ്. കടലോര കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നതല്ല, മരിക്കണം. മരിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് അയാൾ. ആ കടലോരത്തെ ആൾക്കൂട്ടം ഒഴിയുമ്പോൾ, ആരവം ഒഴിയുമ്പോൾ കടലിൽ ചാടി ചാകണം, അത്രയുള്ള ആഗ്രഹം. അയാൾ അങ്ങനെ ഇരിക്കുമ്പോൾ കൂട്ടം തെറ്റിപ്പോയ ഒരു പെൺകുട്ടി ആള് മാറി ഇയാളുടെ അടുത്ത് വന്ന് തോളത്ത് പിടിച്ചിട്ട് പറഞ്ഞ്, ഏയ് ലുക്ക് അപ്പ് ദേർ, ദർ ഇസ് ദിസ് റെയിൻബോ. ഇത് മുകളിലേക്ക് നോക്കി, അവിടെ ഒരു റെയിൻബോ, മഴവില്ലുണ്ട്. അയാൾ പെട്ടെന്ന് മുഖം ഉയർത്തി, ശരിയാണ്, മഴവില്ലുണ്ട്. ഘനീഭവിച്ച കരിമേഘത്തിനിടയിൽ മഴവില്ലുണ്ട്. പ്രളയകാലത്തിന് ശേഷം ദൈവം മഴവില്ല് തെളിച്ചിട്ടുണ്ട്. അയാൾ ഇനി ജീവിതത്തിലേക്ക് തിരികെ വരും. ഏത് പ്രളയകാലത്തിന് ശേഷവും ദൈവം ഒരു മഴവില്ല് വിരിയിച്ചെടുക്കും എന്ന ചിന്തയോടുകൂടി അയാൾ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇനി പ്രായോഗിക നിർദ്ദേശങ്ങൾ. വല്ലാതെ നിങ്ങൾ സങ്കടപ്പെടുന്ന സമയത്ത് ഒരു നിമിഷം ഒന്ന് കണ്ണടക്കുക. ഏതെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെടുന്നൊരു കുഞ്ഞിൻ്റെ രൂപം മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ കുഞ്ഞിൻ്റെ ചിരി കാണുക, കുഞ്ഞിൻ്റെ സംസാര രീതി ശ്രദ്ധിക്കുക. നിങ്ങളുടെ മനസ്സുകൊണ്ട് ഇങ്ങനെ ചെയ്യാം. ആ കുഞ്ഞിൻ്റെ ചിരി കലർന്ന മുഖം, അതിൻ്റെ സംസാര രീതികൾ, നിങ്ങളൊരു 5-10 മിനിറ്റ് ആ കുഞ്ഞിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ സങ്കടം കുറയും. കുറച്ചും കൂടി കഴിയുമ്പോൾ ആ സങ്കടം പൂർണ്ണമായിട്ടും ഇല്ലാതാകും. അതൊന്നാമത്തെ ഒരു എക്സർസൈസ്. 2, അല്പസമയം കുഞ്ഞുങ്ങളുടെ ഒപ്പം ചിലവഴിക്കുക. കുഞ്ഞുങ്ങൾക്കൊപ്പം ചിലവഴിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ TV ചാനലിൽ എങ്കിലും നിങ്ങളൊന്ന് പ്രവേശിക്കുക. അവരുടെ ആ ഒരു രസം നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ വഴികളിലൂടെയൊക്കെ ഒന്ന് സഞ്ചരിക്കുക. മൂന്നാമതായിട്ട്, നിങ്ങൾ ജീവിതകാലത്തിലുടനീളം കുട്ടിത്തം മാറ്റി ശിശുത്വം കൊണ്ടുവരിക. രണ്ടും രണ്ടാണ്. കുട്ടിത്തം എന്ന് പറഞ്ഞാൽ ചൈൽഡിഷ്നെസ്സാണ്. കുട്ടിത്തത്തിൻ്റെ പിട്ടിപ്പാശി, ഭയങ്കര ആർത്തി, ഭയങ്കരമായിട്ടുള്ള ദേഷ്യം, പൊട്ടിത്തെറി, പൊട്ടിക്കരച്ചിൽ, അത് കുട്ടിത്തം. അത് മാറ്റി ശിശുത്വം കൊണ്ടുവരിക. അതായത് തുറവി, സ്നേഹം, കരുണ, ആർദ്രത, അതൊരു ശീലമാക്കി മാറ്റുക. ശിശുത്വത്തിൻ്റെ വഴിയാണ് സ്വർഗത്തിലേക്കുള്ള കുറുക്ക് വഴി എന്ന് തിരിച്ചറിയുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ചങ്ങാതി, കുഞ്ഞിനെ പോലെ ഒന്ന് ചിരിക്കുക. ഈ ടോക്ക് കേട്ടതിന് ശേഷവും ഒന്ന് ചിരിക്കുക, ആത്മാർത്ഥത്തോടൊന്ന് ചിരിക്കുക. ദുഃഖം തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്, പക്ഷേ ഒന്ന് ചിരിക്കുക. എന്നിട്ട് കുഞ്ഞുങ്ങളെ പോലെ ജീവിതത്തിലേക്കൊന്ന് പിച്ച വെക്കുക. പഴയ കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓർത്തെടുക്കുക. ഓർമ്മകൾ നല്ലതാണ്.